ഷോപ്പിലിരിക്കുമ്പോൾ ഷോപ്പിലെ പ്രൊഡക്റ്റുകളെ പറ്റി അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് ഷോപ്പുകളിലുണ്ട്. കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ ബിസിനസ്സാണ് അല്ലേ. അപ്പൊ ഞാന് നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് റിട്ടയറായി ഒരു പിടി മരുന്നുമായിട്ട് കയറി. എന്നെ കൊണ്ട് എനിക്ക് തന്നെ കൊള്ളൂല, ഉപകാരമില്ലാത്തൊരു വസ്തുവായി മാറി. അതുകൊണ്ട് ആ സമയത്തെ ടൈം പാസിന് കണ്ട ഒരു വീഡിയോ ആണ് ശരിക്കും ടേണിംഗ് പോയിന്റ് ആയത്. ലിവ് വിതൗട്ട് മെഡിസിൻ, ഗുരുതുല്യനായി ഞാൻ അംഗീകരിച്ച മനസ്സിലാരാധിക്കുന്ന രാജൻ സാറിന്റെ വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ RCMലൂടെ, ഇങ്ങനെ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി പബ്ലിക്കിനെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുകൂടിയില്ല. ഇവിടെ ഏതിനെ പറ്റിയാണ് നമുക്ക് ക്ലാസ് കിട്ടാത്തത്? എല്ലാ പ്രൊഡക്റ്റിനെയും പറ്റിയും ക്ലാസ് എടുത്ത് തന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അറിഞ്ഞുപയോഗിക്കാൻ വേണ്ടിയിട്ടാണത്. അറിഞ്ഞുപയോഗിക്കുകയും അതിൻ്റെ ഗുണം ഷെയർ ചെയ്യുകയും. രണ്ട് കാര്യങ്ങളെ RCMൽ ചെയ്യാനുള്ളൂ എന്ന്. യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ദ എക്സ്പീരിയൻസ്. അത് നമ്മൾ അറിഞ്ഞ് ആ അറിവിനെ പകർന്നു കൊടുക്കുക. കണ്ണിൽ നോക്കി പറയാൻ പറ്റണം, കോൺഫിഡൻസോട് കൂടി. അങ്ങനെ യൂസ് ചെയ്യാത്തൊരു സാധനം നമുക്ക് മറ്റൊരാളിന് കൊടുക്കാൻ പാടില്ല. അഥവാ കൊടുത്താൽ അവരെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവിടെ വെച്ച് കട്ടയും പടം മടക്കി നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ഞാൻ പോയിട്ടുണ്ട്. ഉപയോഗിക്കാത്തൊരു സോപ്പും കൊണ്ട് അയൽവക്കക്കാരുടെ അടുക്ക ചെന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു, അയ്യോ ഇത് കൊള്ളില്ല. ആണോ, അങ്ങനെയാണോ, ശരി. ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ എന്തൂസിയാസം ഒക്കെ മടക്കി വെച്ച് ബാഗിനകത്താക്കി തിരിച്ചു കൊണ്ടുവന്നു. ഉടനെ തന്നെ ആ സോപ്പ് കൊണ്ട് തുണി അലക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞതിന് വിപരീതമായി. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ പോകണം, 18 വീടിനപ്പുറം പോകണം. ഞാൻ പോയി ബക്കറ്റും സോപ്പും എല്ലാമായിട്ട് പോയി കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമായതുകൊണ്ടാണ് എന്നോട് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ മറുപടി ഇല്ലാതെ പോയത്. അതെനിക്കൊരു പാഠമാണ്, ഇതെൻ്റെ ആദ്യ പാഠമാണ്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ അവിടെ രക്ഷപ്പെട്ട് ആ സോപ്പ് അവിടെ കൊടുത്തു. ഞാൻ വേറൊരെണ്ണം എടുത്തുകൊണ്ട് പോയി അതവിടെ കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സാധാരണ കച്ചവടത്തിൽ അങ്ങനെയല്ലല്ലോ. മാർക്കറ്റിൽ കിട്ടുന്ന സാധനമൊക്കെ വാങ്ങിച്ച് ഷെൽഫിൽ അലങ്കരിച്ച് വെച്ച് വരുന്ന ആവശ്യക്കാർക്ക് അവർ ഇതെടുത്തോ അതെടുത്തോ എന്ന് പറയുമ്പോൾ അതെടുത്തു കൊടുത്തു, പൈസ വാങ്ങിച്ച് ഡ്രോയറിലിട്ടു, ബിസിനസ് കഴിഞ്ഞു. RCM ബിസിനസ്സിൽ അങ്ങനെയല്ല. RCM ബിസിനസ് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഓരോ കസ്റ്റമറിന്റെയും ആരോഗ്യം നിലനിർത്തണം, അവന്റെ ചെലവ് ചുരുക്കാൻ അവനെ പഠിപ്പിക്കണം, ഓരോ പ്രൊഡക്റ്റും അവൻ എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ഉപയോഗിച്ചാൽ അവർക്ക് ഗുണമെന്ത് കിട്ടുമെന്നും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, RCMന്റെ കേരള ചാപ്റ്റർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. TCG വിഭാവനം ചെയ്ത RCMത്തിനേക്കാൾ അപ്പുറത്താണ് കേരള ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. ഇന്ന് ഏറ്റവും ഒടുവിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് കണ്ടത് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഒരു വീട്ടമ്മയുടെ കാലിൻ്റെ വെള്ളയ്ക്ക് ഒരു പസ്റ്റ്യൂൾ, ഒരു പഴുപ്പ്, ഒരു കുരു വന്ന് പഴുത്ത് നിൽക്കുന്നതിൽ പഞ്ചതുളസി ഇട്ട് 5 ദിവസം കൊണ്ട് ആ പഴുപ്പ് കരിഞ്ഞ് കാല് നോർമലായിരിക്കുന്ന ഫോട്ടോ. 5 ദിവസം 5 തുള്ളിയായിരിക്കും ഉപയോഗിച്ചത്. അതിനുള്ള സ്ഥലമേ ഉള്ളായിരുന്നു പഴുപ്പ്. പഞ്ചതുളസി എന്തിനാ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടാണ് അത് തന്നിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചതോ വൂണ്ട് ഹീലിങ്ങിന്, ഒരു മുറിവ് ഉണക്കാൻ അല്ലെങ്കിൽ ഒരു പരു ഉണക്കാനായിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ കാര്യം മറ്റൊന്നുമല്ല, അത് നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന പ്രൊഡക്റ്റിനെ പറ്റി, അതിൻ്റെ കണ്ടന്റിനെ പറ്റി, ആ കണ്ടന്റിൻ്റെ വിവിധ ഉപയോഗ തലങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും പഠിക്കാൻ പറ്റില്ല. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇറങ്ങിച്ചെന്ന് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാനും അത് പകർത്താനും അതനുസരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ തയ്യാറാകുമ്പോൾ പാരലലായിട്ട് ബിസിനസ്സാണ് കൂടുന്നത്, പർച്ചേസ് വോളിയമാണ് നമ്മളുടേത് കൂടുന്നത്. അതല്ലെങ്കിൽ ഒരു സാധനം ചെന്ന് പൊക്കിയായോ ഇതെന്തിനാണെന്നാവോ, ഇതെന്താ എടുക്കുമാവോ, അറിയില്ലാത്ത സാധനം അവിടെ ഇരിക്കട്ടെ. ഖാഖര മേത്തി എന്ത് കുന്തമാണെന്ന് ആർക്കറിയാം, അതവിടെ ഇരിക്കട്ടെ. രസോയി തടുക്ക അതവിടെ ഇരിക്കട്ടെ, അത് നമ്മുടെ രീതിയല്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ബിസിനസ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ പേരുകൾ ഉള്ളത്. പക്ഷെ അതിലെ ഗുണം എന്താണെന്ന് നമ്മളോട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ നമുക്ക് സൈറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും അത് നോക്കണം എന്നില്ല, നോക്കാൻ പറ്റത്തുമില്ല. അപ്പൊ ഞാനിവിടെ കടയിൽ പോകാൻ തുടങ്ങിയ മാർച്ച് മാസം മുതലാണ്. മാർച്ച് മാസത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എടുത്ത ക്ലാസ് ഹെൽത്തി ഡ്രിങ്ക്സ് ഇൻ RCM.
നമുക്ക് RCMലൂടെ എന്തെല്ലാം ഡ്രിങ്കുകളാണ് കിട്ടുന്നത്, ഹെൽത്തി ഡ്രിങ്ക്സ്. അത് കഴിഞ്ഞപ്പോൾ ഹെൽത്തി ഓയിൽസ് ഇൻ RCM, ഒരുപാട് വിവിധ തരം ഓയിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു കൗതുകം തോന്നി, കുഞ്ഞൻ ഡപ്പികൾ നമുക്ക് ഒരുപാടുണ്ട് അല്ലേ? കുഞ്ഞൻ ഡപ്പികളും കുഞ്ഞു പൊടികളും, ചെറിയ ചെറിയ പാക്കറ്റിൽ വരുന്ന പൊടികളും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം കുഞ്ഞൻ ഡപ്പികളും കുഞ്ഞു പൊടികളും. അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആ കുഞ്ഞൻ ഡപ്പിക്കകത്തിരിക്കുന്നത് എന്താണ്? നിസാര വിലയേ ഉള്ളൂ, പക്ഷെ നമുക്ക് തരുന്ന ഗുണം വളരെ വലുതാണ്. ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക ഷെയറിങ്ങിൽ ശരിയായിട്ട് പോകണമെന്ന്. ജിഷ മാഡം കാണുന്നു പറയണേ. പറയാം. ഒന്നും വരുന്നില്ലല്ലോ. കനകമ്മ ശശി ഹാസ് സ്റ്റാർട്ട് സ്ക്രീൻ ഷെയറിംഗ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നു അല്ലേ? കറങ്ങുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ എന്താ കാണുന്നേ? ഇപ്പോ ക്ലൗഡ് സി പി എസ് ഒരു കുഞ്ഞൻ ഡപ്പി വന്നോ? വന്നു. ഓ, രക്ഷപ്പെട്ടു ഭഗവാനെ. ഇതാണ് നമ്മള്. ഇത് കാണാമോ? ഫുൾ സ്ക്രീൻ ആണോ? ഇപ്പൊ അല്ലല്ലോ, ആണോ? ഇത്രേ എനിക്ക് അറിയുള്ളൂ. ഇത് കാണുന്നുണ്ട്. ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് ഇത് ഫുൾ സ്ക്രീനിലാണ്. ശരിക്കും ഫോട്ടോ ആണ്, സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ടാണ് അതങ്ങനെ. ശരി. അതായിരിക്കുള്ളൂ കാരണം, വേറൊന്നും. ഓ, അതല്ല. അപ്പൊ അതുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ സുഭാഷ് PS സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് നോട്ട് എഴുതാൻ പറ്റിയ സാഹചര്യത്തിലല്ല എന്നതുകൊണ്ട്, അത്ര സ്പീഡിൽ പോയത് കൊണ്ട് ഞാൻ ചെയ്തു വെച്ച ചെറിയ കാര്യമാണ്. എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നീട് എപ്പോഴേലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാനത് ചെയ്തത്. ഷോപ്പിൽ ഇരിക്കുമെന്ന് ഓർത്തൊന്നും ചെയ്തതല്ല. പക്ഷെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ സാറിന്റെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോസാണ് ശരിക്കും ഉള്ളത്. ഞാൻ എപ്പോൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയാലും നമ്മളത് ആദ്യം, എല്ലാ പ്രശ്നത്തിൻ്റെയും തുടക്കം നമ്മുടെ വയറാണ്. വയറ് വൃത്തിയാക്കിക്കൊണ്ട് വേണം ബാക്കി കാര്യങ്ങൾ. വയറ് വൃത്തിയാക്കുക പറഞ്ഞാൽ പറ്റിപ്പിടിച്ച മലാംശം ഒരുപാടുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് വാസ്തവം. ആ പറ്റിപ്പിടിച്ച മലാംശത്തെ ക്ലീൻ ചെയ്ത് വയറ് നല്ല സോഫ്റ്റ് ആക്കി വെച്ച് കൂടുതൽ ഡൈജഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത്, ഗ്യാസ് എന്ത് കഴിച്ചാലും ഗ്യാസ് ഫോം ചെയ്യുന്നു, ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ട് ഇല്ലേ? ആ കംപ്ലൈന്റുകൾക്കൊക്കെ പരിഹാരം കാണുന്നതിന്റെ ആദ്യപടിയായിട്ടാണ് ഉദർസഫ എന്നാണ് പറയുക. ഉദർസഫ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. ഒരു കുഞ്ഞൻ ഡപ്പിയാണ്, അതിന് 75 ഗ്രാമാണത്. 75 രൂപയാണ്. 1 ഗ്രാമിന് 1 രൂപ വെച്ചിട്ട് വിലയുണ്ട്. പക്ഷെ JRCM പറയുന്ന വ്യക്തിക്ക് അത് 57 രൂപയ്ക്ക് കിട്ടും. 34 പർച്ചേസ് വോളിയം. ഇതാണ് ഇതിനകത്ത് ബിസിനസ് ഉള്ളത്. നമ്മൾ ഏതൊരു സാധനം പിക്ക് ചെയ്യുമ്പോഴും അതിന് എത്ര പർച്ചേസ് വോളിയം ഉണ്ടെന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്യാൻ എല്ലാവരും ഓർക്കുക. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺസ്റ്റിപ്പേഷൻ ആണ് ഒരു ഇൻഡിക്കേഷൻ. ഇനി മലബന്ധം ഇല്ല എന്നൊരു വ്യക്തി പറഞ്ഞാൽ പോലും നമ്മൾ പ്രൊഡക്റ്റ് സപ്ലിമെന്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വയറ് വൃത്തിയാക്കിക്കൊണ്ട് തന്നെ വേണം. ഇപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാണ്, പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, അതും ഒരു കോൺസ്റ്റിപ്പേഷനാണ്. ഒട്ടും വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ. 3-4 പ്രാവശ്യം പോകുന്നതും വേറൊരു വെറൈറ്റി കോൺസ്റ്റിപ്പേഷൻ. ആ വെറൈറ്റി കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആഹാരം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വയറ്റിൽ നിന്ന് പോകണം എന്ന് തോന്നും. അതായത് മേൽഭാരം ചെന്ന് കഴിയുമ്പോൾ താഴെ കിടക്കണ വേസ്റ്റ് താഴോട്ട് പോകണം എന്നൊരു ഏർജ് വരുന്നു. അപ്പൊ അങ്ങനെ പല പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ അർത്ഥം ഒരു പ്രാവശ്യം കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടില്ല. അതും മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷന്റെ വകഭേദത്തിൽ തന്നെ വരുന്നതാണ്. അപ്പൊ ഇത് ഉദരസഫ നമുക്കുള്ളത് കൊണ്ട് ഉദർസഫയെ കൊണ്ട് പറയാം. അതല്ല എങ്കിൽ ഇലക്കറികൾ കൂട്ടാം, നാരുള്ള പച്ചക്കറികൾ കൂട്ടാം. വൈകിട്ട് ആഹാരം കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് കുക്കുംബർ കടിച്ച് തിന്നിട്ട് കിടന്നാലും
നമുക്ക് വയറ് നന്നായിട്ട് പിറ്റേ ദിവസം വയറ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നമുക്കിവിടെ പറയേണ്ടത് ഇതിൻ്റെ ഉദർസഫയുടെ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇതൊരു ആയുർവേദിക് ഫോർമുലേഷൻ ആണിത്. ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള പ്യുവർ ഹെർബ് 100% പ്യുവർ ആയിട്ടുള്ള ഹെർബാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ സസ്യങ്ങളുണ്ട്. അതിനകത്ത് എടുത്തിരിക്കുന്ന ജീരകം, അജമോദകം അങ്ങനെയുള്ള കാര്യങ്ങൾ 100% വളരെ ശുദ്ധമായ സാധനങ്ങൾ ചേർത്ത് സാധന സാമഗ്രികളാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇത് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ അസിഡിറ്റിയെ കൂട്ടുന്ന ഘടകമാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാറിക്കഴിയുമ്പോൾ അസിഡിറ്റിയെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. 13 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. ചേർത്തിരിക്കുന്നത് ആകെ മൊത്തം 13 എണ്ണമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിശപ്പില്ലായ്മ പറയുന്ന ആൾക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വയറിൻ്റെ ശുദ്ധത സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞാൽ 1 കോൺസ്റ്റിപ്പേഷൻ, 2 വിശപ്പില്ലായ്മ, 3 ഗ്യാസ് ഉണ്ടാവല്, അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും വയറ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉദരസഭയിലാണ്. 13 ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത്. സെന്ന എന്ന് പറയും. ശരിക്കും ചിന്നാമുക്കി എന്ന് പറയുന്ന ഒരു ഇലയാണ്. ചിന്നാമുക്കി കഴിക്കാൻ ഞാനിത് ദയാൽ സാറിൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് അറിയില്ലായിരുന്നു ചിന്നാമുക്കി എന്താണെന്നുള്ളത്. അതാണ് ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ പൂവുമായിട്ട് കാണുന്നത്. അത് ഒരുപാട് പേർക്കും അറിയാമായിരിക്കും, നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. കടുക്ക, പെരിഞ്ജീരകം, കല്ലുപ്പ്, കാലാനമക്ക് അതായത് ഹിമാലയൻ സോൾട്ട്, ഇഞ്ചി, അയമോദകം, ജീരകം, ഇരട്ടി മധുരം, റോസിന്റെ സത്ത്, പിന്നെ നിഷോദ് എന്ന് പറയുന്ന ഒരു സംഭവം. നിഷോദിന് മലയാളം നിഷോദ് തന്നെയാണ് പറയുന്നത്. അത് ശരിക്കും ശോധനയെ കൂട്ടുന്ന ഒരു വസ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഈ 13 സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് 57 രൂപയ്ക്ക് നമുക്ക് തരുമ്പോൾ ഇത് ഓരോ വ്യക്തിക്കും ആവശ്യമല്ലേ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ആവശ്യമാണ്. ഇനി എത്ര ഫ്രീക്വന്റ് ആയിട്ട് വയറിളക്കണം എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇളക്കിയിട്ടില്ലാത്തവര് ഇമ്മീഡിയറ്റ് ആയിട്ട് വയറിളക്കാം. ഇനി 6 മാസത്തിലൊരിക്കൽ മതിയോ, മാസത്തിലൊരിക്കൽ മതിയോ, ഇത് അവനവന്റെ ശരീരമാണ് നിർണ്ണയിക്കുന്നത്. മിനിമം മാസത്തിലൊരിക്കലെങ്കിലും വയറിളക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. മലം കെട്ടിക്കിടന്നാൽ ഉണ്ടാകുന്ന മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശരീരവേദന ഉണ്ടാകാം, നടുവേദന ഉണ്ടാകാം, ബ്ലോട്ടിംഗ്, വയറ് വീർത്തി വരാം, നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല്, വിശപ്പില്ലായ്മ, വായ്ക്കകത്തേക്ക് കയ്പ്പ് രസം തികട്ടി വരിക, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മാത്രം നമ്മൾ ചെന്ന് പറയുമ്പോഴും ഡോക്ടേഴ്സ് ചോദിക്കണമെങ്കിൽ അത് നല്ല ഒരു ആയുർവേദ ഡോക്ടറാണ് ചോദിക്കും ശോധന എങ്ങനെയുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ചികിത്സകനാണെങ്കിൽ ചോദിക്കും. അല്ലാതെ ഗ്യാസ്ട്രോ മെഡിസിനിലോ അല്ലെങ്കിൽ മെഡിസിൻ ഡോക്ടർ അലോപ്പതിയിൽ ചെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഫസ്റ്റ് വിസിറ്റിൽ ഈ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഉദരസഭയെ പറ്റി പറയാവുന്ന മാക്സിമം കുറ്റങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് കുഞ്ഞൻ അനാർദാന ഗോലിയാണ്. അനാർദാന ഗോലി. അനാർ എന്ന് പറയുന്നത് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, മാതള നാരങ്ങ. കാട്ടുമാതളത്തിന്റെ സത്തെന്നാണ്. ഞാനിതിനകത്ത് കേട്ട് പഠിച്ചതൊക്കെ 1 കിലോ കാട്ടുമാതളത്തിന്റെ സത്തെന്നാണ്. പക്ഷെ നമ്മൾക്ക് ഇതിനകത്ത് വിവരണത്തിൽ 1 കിലോ എന്ന് പറഞ്ഞിട്ടെങ്ങും കണ്ടിട്ടില്ല. കാട്ടുമാതളത്തിന്റെ സത്ത് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇത് നമുക്ക് 50 ഗ്രാമാണ്. 100ഓളം ഗുളികകളുണ്ട്. 63 രൂപയാണ്. സോറി, ചിന്നാമുക്കിയുടെ വിലയാ പറയുന്നത്. അനാർദാന ഗോലി 50 രൂപയാണ്. അത് നമുക്ക് 41 രൂപയ്ക്ക് കിട്ടും. 24 പർച്ചേസ് വോളിയമുണ്ട്. ഇൻഗ്രീഡിയന്റ് അനാറിന്റെ സീഡ്, അനാർ വെച്ചാൽ ഓരോ അല്ലികളില്ലേ അതിന്റെ സീഡ്, അതുപോലെ തന്നെ പച്ചമാങ്ങ, പുതിന, മല്ലിയില, ജീരകം, തിപ്പലി, കുരുമുളക്, ശതപത്രിക. ശതപത്രിക പറയുന്നത് റോസാണ്. അതുപോലെ ഇഞ്ചി, ശർക്കര, നമ്മുടെ നാരങ്ങ, ബ്ലാക്ക് സോൾട്ട്, കടലുപ്പെന്ന് പറയുന്നുണ്ട്, സീ സോൾട്ട് എന്ന് പറഞ്ഞ എക്സാക്ട്ലി അത് കടൽ വെള്ളം വറ്റിച്ചെടുത്ത സോൾട്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഗുളിക തരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തെ ഗുണം എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഡയറ്ററി ഫൈബർ ആണ്. നാരുള്ള ഭക്ഷണത്തിന് തുല്യമായിട്ട് ഉപയോഗിക്കാം. ബാക്കി വിവരങ്ങളൊക്കെ തന്നെ വീഡിയോസിൽ കണ്ടുപഠിച്ചിട്ടുള്ളതാണ്.
ഇത് രക്തക്കുറവുള്ള ആൾക്കാർക്ക്, വിളർച്ചയുള്ള ആൾക്കാർക്ക് നമുക്കിത് കൊടുക്കാം, വിളർച്ച മാറ്റാം. വയറ് സംബന്ധമായ പ്രശ്നം, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവർക്ക് ഇത് കൊടുക്കാം. വയറ് സംബന്ധമായ ബ്ലോട്ടിങ്ങോ വിശപ്പില്ലായ്മയോ എന്തുമായിക്കോട്ടെ, അതിന് നമുക്കിത് കൊടുക്കാം. 2 ഗുളിക 3 നേരം അല്ലെങ്കിൽ 4 നേരം വായിലിട്ട് അലിയിച്ചിറക്കുക. അത് മാത്രം ചെയ്താൽ മതി. ഇതിനകത്ത് പച്ചമാങ്ങയും അതുപോലെ നെല്ലിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളുള്ള, നെല്ലിക്കയുടെ ഞാൻ പറഞ്ഞില്ലല്ലേ, നെല്ലിക്ക ഉണ്ട്. ഇത് അതുപോലെ മറ്റ് ഒരു മസാലക്കൂട്ട് പോലെയാണ് ഇതിനകത്ത്. അയമോദകം, ജീരകം, കുരുമുളക്. ഇതൊക്കെ ഇങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇത് നമുക്ക് രക്തം കൂട്ടാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഗ്നീഷ്യം, മാംഗനീസ് ഒക്കെ ട്രേസ് എലമെന്റ്സ് ഇതിനകത്ത് നന്നായിട്ടുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ കാലിൽ മസിൽ കയറുക, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, കാല് കട്ട് കഴിക്കുന്ന എല്ലാവർക്കും ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റോ ന്യൂട്രിചാർജ് മാനോ വാങ്ങിക്കാൻ പറ്റില്ല. ഒരു ഇടക്കാല ആശ്വാസം, ഒരു ചെറിയ ആശ്വാസം കൊടുക്കാനായിട്ട് നമുക്കിതുകൊണ്ട് പറ്റും. പിന്നെ വെള്ളപ്പോക്കുള്ളവർക്ക് നല്ലതാണ്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വെള്ളപ്പോക്കുള്ളതിന് ഇത് കൊടുക്കാം. അതുപോലെ മൂലക്കുരു ഉള്ളതിന് ചെറിയ രീതിയിൽ തുടക്കക്കാർക്ക് നമുക്കിത് കൊടുക്കാം. അത് വളരെ ആശ്വാസം ചെയ്യും. വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകാൻ ഇതും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ പ്രത്യേകത 100% നാച്ചുറൽ ആൻഡ് നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് മെയിനായിട്ടും അനാർദാന ഗോലി നമുക്ക് ചെയ്യുന്നത്. ഇതൊരു മൗത്ത് റിഫ്രഷർ ആണ്. നമുക്ക് മറ്റ് ഹാബിറ്റ്സിലേക്ക് പോകാതെ ഇപ്പൊ ഒരു ചായ കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഫി കുടിക്കാം എന്ന് തോന്നുന്ന സമയത്ത് 2 മിഠായി വായിലിട്ട് കഴിഞ്ഞാൽ, പുകവലിക്കുന്നവർക്കും ഇത് നല്ലതാണ് ആ ഹാബിറ്റിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. ഒരു പുളി ഉണ്ട്, ശരിക്കും മധുരമുണ്ട്, പുളിയുമുണ്ട്. അപ്പൊ ഇത് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ 2 എണ്ണം സാമ്പിളായിട്ട് കൊടുത്താൽ പോലും പിന്നെ ചോദിച്ചു വാങ്ങിച്ച് വരും. കാരണം അവർക്ക് വയറിന് ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കംഫർട്ടല്ല. അപ്പൊ അതുകൊണ്ട് അനാർദാന ഗോലി നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ച് ഒരുപാട് ആൾക്കാരിലേക്ക് കൊടുക്കാൻ പറ്റും. കുഞ്ഞനാണെങ്കിലും 24 പർച്ചേസ് വോളിയം ഉണ്ട്. പലതുള്ളി പെരുവെള്ളം ബിസിനസ് കൂട്ടാനായിട്ട് വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇതൊരു സെയിലായിട്ടൊന്നും അല്ലെ, ഇതൊരു വലിയ പർച്ചേസ് ആയിട്ടൊന്നും ആരും കണക്കാക്കത്തില്ല. 40 രൂപ, 41 രൂപയാണ് റൗണ്ട് ചെയ്ത് 40 രൂപയ്ക്ക് കൊടുക്കുക. എത്ര എണ്ണം കൊടുക്കാമോ എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് പർച്ചേസ് വോളിയം കൂട്ടിക്കിട്ടും. അതിനകത്ത് നമുക്ക് റീറ്റെയിൽ മാർജിൻ ബെനിഫിറ്റ് ഒന്നും നോക്കണ്ട. പക്ഷെ പർച്ചേസ് വോളിയം കൂടാനും ഈ വാങ്ങിക്കുന്നയാൾ വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ നല്ല പോലെ പ്രേരകമാകുന്ന ഒരു ടോണിക്കാണ് ഇത് ശരിക്കും. അതുകൊണ്ട് ഇത് എല്ലാവരും വാങ്ങിച്ച് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത കുഞ്ഞൻ ഹജ്മ ഗോലി. നമുക്ക് പണ്ടൊക്കെ പരസ്യം കേൾക്കാറുണ്ടായിരുന്നു, എന്തിന്റെ, പുതിനാരയുടെ. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഹജ്മ ഗോലി എന്ന് പറയുന്നത്. ഇത് 100 ഗ്രാമാണ്. നല്ല പച്ച ഗുളികയാണ്. വായിലിട്ടാൽ മുഴുവൻ പറ്റില്ല, അത്രയും ഷാർപ്പായിട്ടുള്ള പുളിയും ഉപ്പും കൂടെ നമ്മൾ ഫീൽ ചെയ്യും. എല്ലാവരുടെയും വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. 50 രൂപയാണ് ഇതിന്റെ വില. ശരിക്കും ഈ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നേരത്തേതിലും വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വിലയായിരുന്നു. അനാർദാനയ്ക്കും വില കൂടുതലുണ്ടായിരുന്നു, ഹജ്മ ഗോലിക്കും വില കൂടുതലുണ്ടായിരുന്നു, ഹിങ് കടയ്ക്കും വില കൂടുതലുണ്ടായിരുന്നു. 41 രൂപയാണ് ഇതിന്റെയും വില. DP പ്രൈസ് 24 പർച്ചേസ് വോളിയം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തിരി ആഹാരം കഴിച്ച ഉടനെ വയറ് ബുമ്മെന്ന് വീർത്തിരിക്കുക. വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് അതിന്റെ അസ്വസ്ഥത, രണ്ടായാലും വയറിന്റെ അസ്വസ്ഥത തന്നെയാണ്. അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ബലൂൺ ചൊക്കുന്നത് പോലെ, ഒരു കുത്ത് കൊടുക്കുന്നത് പോലെ നല്ല ഒരു സുഖമുള്ള ഫീല്. പ്രത്യേകിച്ച് ബിരിയാണി, അതുപോലെ നെയ്ച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ആ എണ്ണയുടെ ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ ഇത് വളരെ ഉപകാരമാണ്. അപ്പൊ ഇത് 2 ഗുളിക നാവിലിട്ട് അലിയിച്ച് കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് ഇത്തിരി ചൂടുവെള്ളം കൂടെ കുടിക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുതിന ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം സീഡ് ചേർത്തിട്ടുണ്ട്, തിപ്പലി, കുരുമുളക്. മെയിനായിട്ട് എല്ലാത്തിലും ഒരുപോലെയാണ് തിപ്പലിയും കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഉള്ളത്. ജീരകമുണ്ട്, മാങ്ങയുണ്ട്,
ഉപ്പുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഈ ഉപ്പെന്ന് പറയുന്നത് കടൽ വെള്ളം വറ്റിച്ചെടുത്ത് നേരിട്ട് ചേർക്കുന്ന ഉപ്പാണ് ഉള്ളത്. ഇൻഡൈജഷൻ, ദഹനക്കേട് അല്ലെങ്കിൽ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇത് നമുക്ക് ഷെയർ ചെയ്യാം. ഇതിന്റെ സാമ്പിള് കയ്യിലുണ്ടെങ്കിൽ ഇത് കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ 3 കുഞ്ഞന്മാര് കഴിഞ്ഞു അല്ലേ? അടുത്ത കുഞ്ഞൻ ഹീങ് പേടയാണ്. ഹീങ് എന്ന് പറഞ്ഞാൽ കായമാണ്. പേട മിഠായി, കായം മിഠായി അല്ലെങ്കിൽ കായം ഗുളിക എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് കിട്ടാനുണ്ട്. കായം ഗുളിക, അവിടെ പുറത്ത് കിട്ടുന്ന കായം ഗുളികയും ഈ കായം ഗുളികയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. 55 രൂപയാണ് ഇതിന്റെ വില. 45 രൂപയാണ് ഡിസ്കൗണ്ട് പ്രൈസ്. 26 പർച്ചേസ് വോളിയം. 1 രൂപയുടെ വ്യത്യാസം വന്നപ്പോൾ 2 പർച്ചേസ് വോളിയം കൂടി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഡൈജസ്റ്റീവ് ഡിസോർഡർ പ്ലസ് കോൺസ്റ്റിപ്പേഷൻ. ഞാനിത് കൂടുതൽ കൊടുത്തിട്ടുള്ളത് നെർവ് റിലേറ്റഡ് പ്രോബ്ലം ആയിട്ട് ന്യൂറോ സർജറി അല്ലെങ്കിൽ മറ്റ് സർജറികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യന്റിന്റെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ സിറ്റുവേഷനിലാണ് കൂടുതൽ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ചെറിയ രീതിയിൽ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് വയറ് വീർത്ത് വരല്, അതിനൊക്കെ നമുക്കിത് കൊടുക്കാം. ഒരസ്വസ്ഥത തോന്നുമ്പോൾ, വയറിനൊരു അസ്വസ്ഥത, ഗ്യാസ് ഉരുണ്ട് കയറല്, അതിനൊക്കെ നമുക്ക് ഈ ടാബ്ലറ്റ് കൊടുക്കാം. 2 ഗുളിക നാവിലിട്ട് അലിയിച്ച് ചെറു ചൂടുവെള്ളം ഇറക്കുക. അതാണ് അതിന്റെ ഗുണം ശരിക്കും കിട്ടുന്നത്. ഇതിനകത്തുള്ളത് അംചൂർ, മാങ്ങാപ്പൊടി, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്, കായം, തിപ്പലി, മല്ലിയില സത്തായിട്ടാണ് ചേർത്തിരിക്കുന്നത്, കുരുമുളക്, പിന്നെ അവിടെ കണ്ടിച്ചു വെച്ചിട്ടുണ്ട് നാരങ്ങ. ഇതൊക്കെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നില്ലേ? ഓക്കെ. കാലാ നമക്ക് അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട്, ശർക്കരയുണ്ട്, അതുപോലെ തന്നെ കടൽ വെള്ളം വറ്റിച്ച സീ സോൾട്ടും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ ഇത്രയും കുഞ്ഞൻ ഡെപ്പികൾ പറഞ്ഞതിനകത്ത് ഒന്നും തന്നെ ആർട്ടിഫിഷ്യൽ കളറുകൾ ഒന്നും ചേർത്തിട്ടില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നുമില്ല. എന്താണോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് അത് ഏറ്റവും ഗുണവത്തായിട്ടുള്ള, ഏറ്റവും ഗുണനിലവാരം പുകഴ്ത്തുന്ന അല്ലെ നല്ല ഗുണമുള്ള ഏറ്റവും ഹൈ ക്ലാസ് ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ലോ ക്വാളിറ്റി അല്ല, ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയന്റ് ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, എന്തിന് RCMലെ ഈ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എഡിബിൾ ആണ്, കഴിക്കാനുള്ള സാധനങ്ങളാണ്. കഴിക്കാനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹൈജീൻ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഫുഡ് ഹൈജീൻ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ഫുഡ് നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല സൂപ്പർവിഷനിലാണ് ഇത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്, വൈ RCM ഹീങ് പേട അല്ലെങ്കിൽ വൈ RCM ഹജ്മാഗോലി, ഇത് പുറത്തുനിന്ന് കിട്ടുന്നത് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റില്ല? ഒരു കമ്പനിയും ഇന്ന് വരെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പബ്ലിക്കായിട്ട് കാണിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ നമുക്ക് പോയി കാണാം. നമ്മുടെ ഓൺ ബിസിനസ് ആണ്, നമ്മുടെ ഓൺ വീട്ടിലാണ് എന്നുള്ള ഒരു ഫീലിൽ നമുക്ക് പോയി കാണാനും പറ്റും. ഓക്കെ. അടുത്ത കുഞ്ഞൻ എന്ന് പറയുന്നത് പഞ്ചതുളസിയാണ്. പഞ്ചതുളസി 30 മില്ലിയാണ്. പഞ്ചതുളസി പറയുമ്പോൾ രാജഗിരി ഓഡിറ്റോറിയത്തിൽ ഒരു സ്കിറ്റ് കളിച്ചിരുന്നു. അതിനകത്ത് പഠിക്കാതെ പോയ കൗൺസിലർ, പഠിച്ച കൗൺസിലർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിച്ച സമയത്തൊരു കൗൺസിലിംഗ് സെഷൻ അവിടെ കാണിച്ചിരുന്നു. പഞ്ചതുളസി എന്ന് പറയുമ്പോൾ സാറേ അതിനകത്ത് വനതുളസി, രാമതുളസി, പിന്നെ കൃഷ്ണതുളസി, പിന്നെ ബാക്കി 2 തുളസിയും കൂടെ എന്ന് പറഞ്ഞത് ഞാൻ എന്നും ഓർക്കും. അപ്പോൾ ഇതിനകത്ത് 5 തരം തുളസി ഉണ്ടെന്ന് പോലും കേട്ടത് RCMൽ വന്നു കഴിഞ്ഞിട്ട്. ആ തുളസിയുടെ എല്ലാം പേര് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. രാമതുളസി, വനതുളസി, വിഷ്ണു തുളസി, രാമതുളസി, ശ്യാമതുളസി, നിംബു തുളസി. ഇവിടെ എനിക്ക് വീട്ടില് രാമതുളസി, കൃഷ്ണതുളസി, കർപ്പൂര തുളസി എന്ന് പറയുന്ന ഒരു തുളസിയുണ്ട്. പക്ഷെ ഈ നിംബു തുളസി എനിക്കറിയില്ല, വനതുളസിയും എനിക്കറിയില്ല. ഇതിന്റെയൊക്കെ പേരുകൾ വ്യത്യാസത്തിൽ ഇങ്ങനെ അറിയപ്പെടുന്നതായിരിക്കാം. എന്തായാലും ഇതിന്റെ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ എക്സ്ട്രാക്ട് എടുത്തത്
ആണ് നമുക്ക് ഈ പഞ്ചതുളസി ഡ്രോപ്സ് എന്ന് പറയുന്നത്. തുളസിയുടെ ഗുണം 36ഓളം ഉണ്ട്. ഔഷധങ്ങളുടെ റാണിയാണ് തുളസി. നമുക്കിവിടെ തന്നിരിക്കുന്ന യൂസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ട്. ആ ഉള്ള ശേഷിയെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ള ഒരു കർമ്മത്തിലാണ് നമുക്ക് ഈ പഞ്ചതുളസി തന്നിരിക്കുന്നത്. ചുമ, പനി, ജലദോഷം, മൂക്കൊലിപ്പ്, പിന്നെ കഫക്കെട്ട്, നീരിറക്കം, ഇതിനൊക്കെ ഇത് നല്ലതാണ്. ഇത് കൂടാതെ കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ഉണ്ടാകുന്ന വയറ്റിലെ അസ്വസ്ഥതയ്ക്ക് നല്ല ചൂടുവെള്ളത്തില് ഇതൊഴിച്ച്, മുതിർന്നവർക്ക് അവർ ടോളറേറ്റ് ചെയ്യുന്ന ചൂടിൽ 5 തുള്ളി, 1 ഗ്ലാസ് വെള്ളത്തിൽ 5 തുള്ളി ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറിന്റെ അസ്വസ്ഥത കുറയുന്നത് കാണാം. അതുപോലെ ശരീരം ചൊറിഞ്ഞു തടിച്ച് വീർത്ത് വരുമ്പോൾ പഞ്ചതുളസി ഡ്രോപ്സ് അല്പം ഒഴിച്ച് വെള്ളത്തിൽ ചാലിച്ച് ആ വെള്ളം ആ ചൊറിഞ്ഞു തടിക്കുന്ന ഭാഗത്തേക്ക് പുരട്ടിയാൽ അലർജി പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ആകും. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കോർട്ടിസോൾ ആണ്. നമ്മൾ ഒരു അലർജിക് റിയാക്ഷനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി കയറി ചെല്ലുമ്പോൾ അവർ തരുന്ന സിന്തറ്റിക് ആയിട്ടുള്ള കോർട്ടിസോളിന് പകരം നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കോർട്ടിസോൾ ആണ് ശരിക്കും തുളസി എന്ന് പറയുന്നത്. ഇതിന് വൂണ്ട് ഹീലിംഗ് കപ്പാസിറ്റിയും ഉണ്ടെന്ന് ഇപ്പൊ നമ്മൾ ഒടുവിലത്തെ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലായി കാണും. ഇത് ഇതിനാണെങ്കിലും നമ്മൾക്ക് വേറെയും വിധത്തിൽ ഇത് ഉപയോഗിക്കാം. നമ്മുടെ കുഴിനഖമുള്ള കാലില് കുഴിനഖത്തിലേക്ക് ഇറ്റിച്ചാൽ തുടർച്ചയായിട്ട്, കുഴിനഖം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ആ കുഴിനഖം ട്രീറ്റ് ചെയ്യാൻ ഇത് ഉപകരിക്കും. പിന്നെ അരുമ്പാറയുടെ മുകളിൽ വളരെ ശ്രദ്ധിച്ച അരുമ്പാറയുടെ മുകളിൽ ആ ഡ്രോപ്പ് ഒഴിച്ച് അരുമ്പാറ കുറേശ്ശെയായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിൽ പേൻ ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടംപോലെ പേൻ ഉണ്ടാവും. ആ പേനിനെ ചീകിക്കൊന്ന് തല വൃത്തിയാക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അതിനൊരു എളുപ്പമാർഗമാണ് ഒരു ചെറിയ മഗ് വെള്ളത്തിൽ 3-4 തുള്ളി പഞ്ചതുളസി ഡ്രോപ്സ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് പോലെ കൈ നനച്ച് മുടിയിഴകളുടെ ഇടയ്ക്കൂടെ തേച്ച് പിടിപ്പിച്ച് സ്കാൽപ്പിലൂടെ തേച്ച് പിടിപ്പിച്ച് മുടി നല്ല മുറുക്കെ കെട്ടി വെള്ള തുണി തലയിൽ കവർ ചെയ്ത് വെച്ച് അരമണിക്കൂറിന് ശേഷം ഒന്നുകിൽ അത് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചീവിക്കളയുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ തലയിലെ ഈരും പേനും എല്ലാം ഒരുപോലെ നശിച്ചു പോകും, മുടി കൊഴിച്ചിൽ ഉണ്ടാവത്തുമില്ല. അപ്പൊ തലയിലെ താരനോ ചെറിയ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പേൻ കടിച്ച് പൊട്ടിച്ച പാടോ ചൊറിഞ്ഞു പൊട്ടിയ പാടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകും. അതുപോലെ കൊതുക് കടിച്ചു കഴിഞ്ഞിട്ട് തിണർത്തു പൊങ്ങുന്ന സ്കിന്നുള്ള ആൾക്കാരുണ്ട്, അവർക്കും ഇത് ലോക്കലി തൊലിപ്പുറമെ പുരട്ടി കൊടുക്കാനായിട്ട് ഇത് നല്ലതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റിങ്ങുകൾ, അതായത് കൊളവി, കടന്നൽ നല്ലതാണ്. അലർജിക് റിയാക്ഷനെ ഒഴിവാക്കാൻ പറ്റും. അലർജിക് റിയാക്ഷൻ ശരിക്കും അപകടമാണ്, ജീവൻ ഹനിക്കുന്നതാണ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിലാണ് രക്ഷ നേടാൻ പറ്റുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇനി ചായ കുടിക്കാം. ചായ മസാല നമുക്കറിയില്ല, പക്ഷെ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ? അതുപോലെ തന്നെയാണിത് ചായ മസാല. അതിനകത്ത് നല്ലതായിട്ട് വറുത്തു പൊടിച്ച ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. ചായക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി തിളപ്പിക്കുന്ന ചായക്ക് ടേസ്റ്റ് കൂട്ടാം. അതുപോലെ തന്നെ അതിനൊരു മറ്റൊരു ഫ്ലേവറിൽ ചായ എടുക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ. അതിനോടൊപ്പം തന്നെ തൊണ്ടയ്ക്ക് കുത്തിച്ചുമയ്ക്കുന്നത്, അതിനൊക്കെ നല്ലതാണ്. ഇനി പാൽ ചായ ആണെങ്കിലും ഇത് ചേർക്കാം. പാല് പിന്നെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് പാൽ ചായ എന്ന് ഞാൻ പറയുന്നില്ല. ഇനി പാൽ ചായക്കകത്ത് കുടിക്കേണ്ടവർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പാൽ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. കട്ടൻ ചായ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു നുള്ള് മസാലപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇനി പനി, ജലദോഷം, കഫക്കെട്ട് ഇതൊക്കെ ഉള്ളവർക്ക് ഇത് മാത്രമായിട്ട് ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ ഇത് നല്ലതാണ്. കൂടുതൽ ഇടണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി, ഒരു 1/4 ടീസ്പൂൺ അത് മതിയാകും. ചായ മസാല 50 ഗ്രാമിന്റെ പൊടിയാണ്. 63 രൂപയാണ് ഇതിന്റെ MRP, 51 രൂപയാണ് ഡിസ്കൗണ്ട് പ്രൈസ്, 30 പർച്ചേസ് വോളിയം. 10 നാച്ചുറൽ സ്പൈസസ് ആണുള്ളത് ഇതിനകത്ത്, 10ഓളം സ്പൈസസ്, അതും ഹൈ ക്വാളിറ്റിയിൽ ഒക്കെ കൂടെ വറുത്ത് പൊടിച്ച പൊടിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ആഡഡ് ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടില്ല, ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് മറ്റൊരു ഫ്ലേവറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല.
ഫില്ലേഴ്സ് ഒന്നുമില്ല. ഇതിനൊരു കൊഴുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് ഫില്ലേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കലക്കുന്ന പൊടിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം ഒരു ടേസ്റ്റിലായിട്ട് മാറ്റാനും പറ്റും. അടുത്തത് നമ്മളുടെ ശരിക്കും എനിക്ക് ഒത്തിരി വിഷമമുണ്ട് ഈ രസോയി തടുക്കയോട് കാണിക്കുന്ന അയിത്തം. ശരിക്കും ഷെൽഫുകളിൽ ഇരുന്ന് മരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവര്. ഡേറ്റ് കഴിഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. രസോയി എന്ന് പറയുമ്പോൾ അടുക്കളയാണ്. തടുക്ക എന്ന് പറയുന്നത് ശരിക്കും തടുക്ക എന്ന് പറയുമ്പോൾ നമ്മൾ കടുകൊലത്തി ചേർക്കുന്നതിനാണ് ശരിക്കും തടുക്ക എന്ന് പറയുന്നത്. അപ്പൊ അടുക്കളയിൽ ഏത് കറിയുടെ കൂട്ടത്തിലും ഇത് പോകും. നല്ല ഗ്രേവിയുള്ള കറി ഉണ്ടാക്കണം. കടല കൊണ്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നിടത്ത് നല്ലതാണ്. വെജ് ബൈറ്റ് ഉണ്ടാക്കുന്നിടത്ത് നല്ലതാണ്. പ്രോട്ടീസ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇനി അതൊന്നും അല്ല, നമ്മുടെ നാടൻ കറികളാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ ഒക്കെ വറുത്തരച്ച് തീയൽ വെക്കൂലേ, ആ കറികൾക്കൊക്കെ ഇത് നല്ലതാണ്. ഇനി ഇറച്ചിക്കറിയാണ് വെക്കുന്നതെങ്കിൽ രസോയി തടുക്കയുടെ കൂട്ടത്തിൽ നമ്മുടെ ഗരം മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇറച്ചിക്കറിയുടെ മസാലയായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. സബ്ജി മസാലയ്ക്ക് ഈ ഗതികേടില്ല. സബ്ജി മസാല എല്ലാവരും ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോകും. പക്ഷെ രസോയി തടുക്ക അത്ര ആൾക്കാര് എടുത്തോണ്ട് പോകാറില്ല എന്നുള്ളതാണ് സത്യം. 100 ഗ്രാമാണ് രസോയി തടുക്ക. 78 രൂപയാണ് MRP. 63 രൂപയാണ് ഇതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ്. 37 പർച്ചേസ് വോളിയമാണ് ഇതിനുള്ളത്. ഇപ്പൊ ഇത്രയാണ് ഈ മസാലയെ പറ്റി. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്ത് പൊടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അടുക്കള മസാല ഒക്കെ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ച് രുചികേടൊന്നും ഇല്ല. കടലക്കറി വെച്ചിട്ട് ഡ്രൈ ആയിട്ട് കടല എടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണിത്. അതുപോലെ വെജ് ബൈറ്റും വെച്ചിട്ടുണ്ട് ഞാൻ, അതും നല്ലതാണ്. പ്രോട്ടീസ് വെച്ചപ്പോഴും നല്ലതാണ്. നീട്ടി ചാറായിട്ട് ഉണ്ടാക്കണമെങ്കിൽ വഴുതനങ്ങ ഒക്കെ വറുത്തരച്ച് തീയൽ വെക്കുന്നതിന് നമുക്കിത് ഉപയോഗിക്കാം. ഇനി വറുത്തരച്ച് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ മസാല ചേർത്ത് വെക്കുന്ന പല കറികളും ഉണ്ട്. ഇറച്ചിക്കറി പോലെ വെക്കുന്ന പല വെജിറ്റബിളും ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഈ മസാല ഉപയോഗപ്പെടുത്താം. അപ്പൊ ഈ മസാല കുഞ്ഞിനെ ഇവിടെ കളഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന സാധനമാണിത്, ചാട്ട് മസാല. ചാട്ട് മസാല എത്ര പേര് ഉപയോഗിച്ചു എന്നറിയത്തില്ല. ഫ്രൂട്ട് സാലഡിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതെല്ലാം നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. കുറച്ചും കൂടെ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചാട്ട് മസാല മോഡിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത്, ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യുന്നത് പോലെ അതിനെ സ്പ്രിങ്കിൾ ചെയ്ത് വിടർത്തി ഇട്ട് കൊടുത്തിട്ട് ശരിക്കും തട്ടി എടുത്താൽ മതി. സ്പൂൺ കൊണ്ട് ഇളക്കേണ്ട കാര്യമില്ല. നമ്മളതിനെ ഒന്ന് തട്ടി കമഴ്ത്തി എടുക്കുകയാണ് അത് ചെയ്യുന്നത്. ചാട്ട് മസാലയുടെ വിവരണം 73 രൂപയാണ്. അതുപോലെ 59 രൂപയാണ് DP. 35 പർച്ചേസ് വോളിയം. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി, എല്ലാത്തിലും തന്നെ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള മസാലകളാണ് ഇത്, സ്പൈസസ് ആണ് ചേർത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ അഡിറ്റീവ്സോ കളറുകളോ പ്രിസർവേറ്റീവോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇതിലൊരു പച്ച സ്പോട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ആരോ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ കവറിന്റെ പുറത്ത് ഈ പച്ചയൊക്കെ എന്താണെന്ന്. അപ്പൊ നമുക്ക് ലേബൽ വായിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഏതൊരു സാധനം ഏത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും പച്ച ഉണ്ടെങ്കിൽ അത് പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് മനസ്സിലാക്കാം. ചുവപ്പാണെങ്കിൽ അത് നോൺ വെജ് ആണെന്ന് മനസ്സിലാക്കാം. ബ്രൗൺ കളർ ആണെങ്കിൽ അതിനകത്ത് ബ്രൗൺ കളർ ഒരു പൊട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ബ്രൗൺ കളറിലെ പൊട്ടുണ്ടെങ്കിൽ ആ കേക്കിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ലേബൽ വായിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് നോക്കും, വില കൂടുതൽ ഉണ്ടോ എന്ന് നോക്കും. ഇത് രണ്ടുമാണ് നമ്മൾ ലേബൽ നോക്കാറുള്ളൂ. പക്ഷെ ഇൻഗ്രീഡിയൻസ് RCMലാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ലേബലിംഗ് സിസ്റ്റം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏതാണോ ഏറ്റവും കൂടുതൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അത് ശരിക്കും ഏറ്റവും ടോപ്പിൽ വരാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ തെറ്റായ ഒരു ലേബലിംഗും ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതിനകത്ത് അംചൂർ, ഉണക്കി പൊടിച്ച മാങ്ങ, ബ്ലാക്ക് സോൾട്ട്,
ഇത് ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്ന ഹിമാലയൻ സോൾട്ട് ശരിക്കും നമ്മളിപ്പോ ആഹാരം വയറ് നിറച്ച് കഴിച്ചില്ല, സമയത്തിന് കഴിച്ചില്ല, അങ്ങനെ വരുമ്പോ ശരിക്കും വയറിനകത്ത് ഗ്യാസ് ഫോം ചെയ്യാനും വയർ അപ്സെറ്റ് ആകാനും ഒക്കെ ഇടയുള്ള സമയത്ത് ഇതുപോലെ ഫ്രൂട്ട്സ് കണ്ടിച്ച് വെച്ച ബ്ലാക്ക് സോൾട്ട് മാത്രം വെതറി കഴിച്ചാൽ പോലും ആ വയറിന്റെ അസ്വസ്ഥത ഉണ്ടാവത്തില്ല, ഒരു ബ്ലോട്ടിംഗ് ഉണ്ടാവത്തില്ല, വിശപ്പില്ലായ്മ ഉണ്ടാവത്തില്ല, ക്ഷീണം ഉണ്ടാവില്ല. ബ്ലാക്ക് സോൾട്ട് കഴിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് വായ നന്നായിട്ട് കുലുക്കുഴിഞ്ഞ് തുപ്പിക്കളഞ്ഞില്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോകും. അതും കൂടെ പറയാം. കാരണം ബ്ലാക്ക് സോൾട്ട് കണ്ടിന്യൂസ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുമില്ല. എവിടെ എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കോൺഷ്യസ് ആയിട്ടിരിക്കുക, ആഹാരം കഴിച്ചു, നാവിന് രുചി കിട്ടി, അത് കഴിയുമ്പോൾ പല്ലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാ കഴിയുക, അത്രയേ ഉള്ളൂ. പുതിന ചേർത്തിട്ടുണ്ട്. ഒക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ടിക്ക, ആലു ടിക്ക ഉണ്ടാക്കുക, കട്ട്ലേറ്റ് പോലെ. ആലു ടിക്ക ഒക്കെ നോർത്ത് ഇന്ത്യൻ ആണ്. നമ്മളിവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വെജ് ബൈറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ പ്രോട്ടീസ് കൊണ്ടോ പ്രത്യേക ഡിഷുകൾ ഉണ്ടാക്കി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങളുടെ മുകളിൽ നമുക്കിത് ചാറ്റ് മസാല ഇടാം. കടല വേവിച്ചിട്ട് ഒരുപാടൊന്നും അതിൻ്റെ കൂടെ പണിയാതെ ചെറിയ രീതിയിൽ ആ വേവിച്ചെടുത്ത വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ശരിക്കും സവാള അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞിട്ട് ഈ മസാലയും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കടലയാകും. നല്ല കടല ഡ്രൈ ആയിട്ട് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ കടല നന്നായിട്ട് വേവുകയും ചെയ്യും, ഒത്തിരി ടേസ്റ്റിയുമായിരിക്കും. സെയിം ടൈം നമ്മുടെ വയറിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് സോൾട്ട് ഒക്കെ ചേർത്തിരിക്കുന്നത്. അതുപോലെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോഴും വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ചാറ്റ് മസാല സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റും. സബ്ജി മസാല എല്ലാവർക്കും അറിയാം. ഈ സബ്ജി മസാല ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല സബ്ജി മസാലയുടേത്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ വിലയും എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല, അതിനെ വിട്ടുപോയതാണ്. സബ്ജി മസാല നമുക്ക് വെജിറ്റബിൾ കറികൾ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾ കറി സാമ്പാറാക്കി വെക്കാനാണ് ഭാവമെങ്കിൽ കഷ്ണം വേവിച്ചിട്ട് സബ്ജി മസാല പ്ലസ് കായം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സാമ്പാർ പൊടി ഉണ്ടാകും. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് വന്നിട്ട് അത് സത്യമാണെന്ന് പറയാൻ വെച്ചാൽ ഇവിടെ ഞാൻ ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത്. വേറെ സാമ്പാർ പൊടി അന്വേഷിച്ചിട്ട് പോകണ്ട. അന്നാ സാമ്പാർ, സാറാ സാമ്പാർ എന്നും പറഞ്ഞൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതിനകത്തൊക്കെ നോൺ വെജ് ഉണ്ട്. അടുത്ത എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനം, വളരെ ലേറ്റ് ആയിട്ട് പരിചയപ്പെട്ട ഒരു സംഭവമാണ്. സൂപ്പുകളോട് എനിക്ക് പൊതുവെ ഒരു ഇഷ്ടമില്ലായ്മയുണ്ട്. പാക്ഡ് സൂപ്പുകൾ. അതിൽ ഈ ഒരു സൂപ്പ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത അന്ന് മുതൽ മുടങ്ങാതെ ഒന്നത്രാടം ദിവസമെങ്കിലും കഴിക്കും. പക്ഷെ അതിനെ കൂടുതൽ ടേസ്റ്റി ആക്കാൻ ഈ സൂപ്പ് ഒരു പാക്കറ്റ് 50 ഗ്രാം ഉണ്ട്. ഈ സൂപ്പിനെ നമുക്ക് വെജ് സൂപ്പ് 50 ഗ്രാം 56 രൂപയാണ് നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ്. അതുപോലെ 27 പർച്ചേസ് വോളിയം. ഇപ്പൊ 63 രൂപയാണെന്ന് തോന്നുന്നു അതിന്റെ MRP. ഇത് നമുക്ക് ഒരു 600 മില്ലി വെള്ളത്തിലേക്ക് ഇടാം. വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് മുഴുവൻ പൊടിയും ഇടാം, മുഴുവനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളത്തിന് 1 സ്പൂൺ മതിയാകും. ആ വെള്ളത്തിൽ അത് നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം ഇളക്കി ചേർത്തതിന് ശേഷം കട്ടയൊക്കെ അലിഞ്ഞു ചേർന്നതിന് ശേഷം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഇളക്കി നമ്മൾ കപ്പി കാച്ചുന്നത് പോലെ തന്നെ ഇളക്കി അതിനെ തിളയെത്തിക്കുക. ആ തിളയെത്തിച്ചു കഴിഞ്ഞിട്ട് അതിനെ താത്ത് വെച്ച് ചെറിയ പാത്രങ്ങളിലേക്ക് പകർന്നതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ട് ക്രഞ്ചി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മജേദാർ ഭുജിയ പൊട്ടിച്ച് അതിന്റെ മുകളിലൂടെ സ്പ്രിങ്കിൾ വെതറി ഇടുക. ആലു ഭുജിയ വേണമെങ്കിലും ഇടാം. ഇത് ഈ സൂപ്പ് ശരിക്കും സ്റ്റാർട്ടറാണ് കേട്ടോ. നമ്മൾ ഒരു മെയിൻ കോഴ്സ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കഴിക്കാം, ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം. പക്ഷെ എനിക്ക് സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ, പിന്നെ കോഴ്സ് ഒന്നും ഇല്ല. ഇതിനെ നമുക്ക് ഈ സൂപ്പിന്റെ കൂടെ ഈ ഭുജിയ ആഡ് ചെയ്ത് ആലു ഭുജിയ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഭുജിയ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇത് പേരും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഒരു സാമ്പിളിങ്ങും കഴിഞ്ഞതിന് ശേഷം
ഇഷ്ടംപോലെ ആൾക്കാർക്കാണ് ഇത് ചോദിച്ചു വന്ന് വാങ്ങിക്കുന്ന ലെവലിലേക്ക് അതിൻ്റെ സെയിൽ മാറ്റിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ വിധം കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് നോക്കാൻ ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സൂപ്പ് കുടിച്ചിട്ട് നമുക്ക് അഗർബത്തിയൊക്കെ കത്തിച്ച് വെച്ച് കൊതുകിനെയൊക്കെ ഓടിച്ചിട്ട് സുഖമായിട്ട് ഇറങ്ങാം. ഈ അഗർബത്തിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആര്യവേപ്പും ഇഞ്ചിപ്പുല്ലിന്റെ സത്താണുള്ളത്. കൊതുക് ചാവാറില്ല. ഇത് കത്തിച്ച് വെളിയിൽ വെച്ചിട്ട് വരാന്തയിൽ എവിടെയെങ്കിലും കത്തിച്ച് വെച്ചാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് കൊതുകുകൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പോലെ തലകുത്തി താഴേക്ക് വീഴും. അവിടെ കിടന്നൊന്ന് വട്ടം കറങ്ങും. കുറച്ച് കഴിയുമ്പോൾ ടേക്ക് ഓഫ് ആയി പോകും. പിന്നെ അതിനെ കാണാനില്ല. കൊതുക് ചാവാൻ പാടില്ല. പുറത്തെ കൊതുക് തിരികൾ എങ്ങനെയാണ്? പടുപടേന്ന് കൊതുകുകൾ ചത്തു വീഴും. ചെറിയ പ്രാണികൾ അപ്പച്ചാകും, വലിയ പ്രാണികൾ കുറച്ച് കഴിഞ്ഞിട്ടേ ചാവുള്ളൂ. അത് നമ്മളാണ്. അപ്പം ഒരു പ്രകൃതിയിൽ ഒരു ഒരു പ്രാണിക്ക് പോലും ഒരു ജീവഹാനി വരത്തക്ക രീതിയിൽ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചാകാൻ പാടില്ലല്ലോ. ഇനിയും നമുക്ക് കുഞ്ഞൻ പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട്. ഇതിനകത്ത് വിട്ടുപോയ ഒരു സാധനം ഞാൻ പറയാം. അഗ്നിസന്ദീപൻ ചൂർണം പടം എടുത്തിട്ടില്ല, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. 75 ഗ്രാമിന്റെ ഒരു പൊടിയാണ്, 48 രൂപയാണ്. അഗ്നിസന്ദീപൻ ചൂർണം നമുക്ക് നേരത്തേലും വില കുറഞ്ഞിട്ടുണ്ട്. 55 രൂപയായിരുന്നു, 48 രൂപയാണ്. 41 രൂപയാണ് നമ്മുടെ DP 24 പർച്ചേസ് വോളിയം. പ്രധാനമായിട്ടും കമ്പനി അതിനകത്ത് ഇൻഗ്രീഡിയന്റും ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന അവർ ഇൻഡിക്കേഷൻ പറയുന്നത് ഇൻഡൈജഷൻ ആണ്. ഏത് കേസിന് ആർക്ക് ഉപയോഗിക്കാം, എങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറഞ്ഞിരിക്കുന്ന ഇൻഡൈജഷൻ ആണ്. അതായത് ദഹനക്കേട്, ദഹനമില്ലായ്മ, വിശപ്പില്ലായ്മ, ഇതിനൊക്കെ വേണ്ടിയിട്ട്. ശരിക്കും അഗ്നിസന്ദീപൻ എന്ന് പറയുമ്പോൾ ശരിക്കും ജഠരാഗ്നിയെ ഉണർത്തുക, ദഹനത്തെ ബെറ്റർ ആക്കുക, അതാണ് അതിന്റെ പർപ്പസ്. പക്ഷെ അതൊക്കെയാണ് പർപ്പസ് എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചും കൂടെ വൈഡായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാകാനായിട്ട് ഇത് നല്ലതാണ്. ചുക്ക്, കുരുമുളക്, തിപ്പലിയൊക്കെയാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് ശരീരവേദന, എന്താ പറയുക, ശരീര നൊമ്പരം എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്തെന്നറിയില്ല. ഒരു വൈറൽ ഇൻഫ്ലമേഷൻ, ശരീരത്താകെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് ചതവുപ്പയുടെ നീര് ഇതിനകത്തുണ്ടെന്നാണ് ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളത്. അതിന്റെ ലേബലിൽ ഉണ്ടാവും. ലേബൽ നോക്കി കുറേയധികം കാര്യങ്ങൾ, ഇതിനധികം കാര്യങ്ങൾ നമുക്ക് ലേബലിൽ നിന്നാണ് പഠിക്കാനുള്ളത്. അപ്പൊ ലേബല് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ചതവുപ്പയുടെ നീര് ഇതിനകത്തുള്ളത് കൊണ്ട് ശരീരത്തിലെ നീർക്കെട്ടുകളും ശരീര നൊമ്പരത്തിനും നമുക്കിത് ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ സാദാ വെള്ളത്തിൽ കലക്കി ആഹാരത്തിന് മുമ്പ് 1/2 മണിക്കൂർ മുമ്പാണിത് സേവിക്കേണ്ടത്. 2 നേരമെങ്കിലും മിനിമം ഇത് കഴിക്കാം. പിന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക്, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങുകാർക്ക്, SGOT SGPT ജസ്റ്റ് കയറി വരുന്നു, എൻസൈംസ് ഇത്തിരി കൂടി വരുന്ന ആ സമയത്ത് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഉള്ള കുഞ്ഞൻ പ്രൊഡക്റ്റുകളെ, കണ്ണിൽ പെടാതിരിക്കുന്ന കുഞ്ഞൻ പ്രൊഡക്റ്റുകളെ കണ്ണിൽ പെടുത്തുക. ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിൽ, എല്ലാവർക്കും എല്ലാ വലിയ പ്രൊഡക്റ്റും വാങ്ങിക്കാൻ പറ്റില്ല. ന്യൂട്രിചാർജ്, ബയോഏജ് ഓടി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് അഗ്നിസന്ദീപൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, ഉദരസഭ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ ചെറിയ എൻട്രി പാസുകളായിട്ട്, ഗേറ്റ് പാസുകളായിട്ട് ഈ കുഞ്ഞൻ പ്രൊഡക്റ്റുകളെ നമുക്ക് ഉപയോഗിക്കാം. RCMൽ എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്ന അഖില മാഡത്തിനും ജിഷ മാഡത്തിനും ഒക്കെ ഒരുപാട് നന്ദി പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയും മറ്റൊരു പ്രസന്റേഷൻ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാൻ കൊണ്ടുവരാം.